വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കണ്ണൂരാണുള്ളത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഞങ്ങളോട് കല്യാണത്തിന് മുന്നേ അമലേട്ടൻ്റെ ഒരു പ്രത്യേക ഒരു സംഭവം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൂരിന്റെ സ്വന്തം തെയ്യം. അതെ, തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ 19 വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടത്തിന് പോവാട്ടോ. അത് മാതമംഗലം ഉച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അല്ലേ അച്ഛാ? അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ്. സല്ലുണ്ട്, ഷൈനുണ്ട്, ജുനുണ്ട്, അമ്മുണ്ട്, അച്ഛനുണ്ട്, അവനായിട്ടുണ്ട്, ഞാനുണ്ട്, ഷാമുണ്ട്, എല്ലാരും കൂടെ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി കുറച്ചധികം ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് അവിടെ ഗാനമേള ഉണ്ട്, പിന്നെ ഭയങ്കര ഗ്രാൻഡ് പരിപാടി. ഇന്നല്ലേ തുടക്കം അല്ലേ? അല്ലല്ല, ഇന്നലെ തുടക്കം. നാളെ ഭയങ്കര ഗംഭീര പരിപാടിയാന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് എന്താ പരിപാടി എന്നുള്ളത് അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ. ഞങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ണൂരിന്റെ തെയ്യം കാണാൻ വേണ്ടി പോവാം ഗൈസ്. ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തെയ്യം എന്നൊക്കെ പറഞ്ഞ സംഭവം കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ഉത്സവമില്ലായിരുന്നോ നമ്മുടെ ശരികാവില്? പക്ഷെ നമ്മൾ തെയ്യം ഒന്നും കണ്ടില്ലല്ലോ. അല്ല, അത് കണ്ട സമയത്ത് അമലിന് നമ്മൾ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പോയില്ലായിരുന്നോ? ഒരു ലോഡ് കമന്റ്സ് ഉണ്ടായിരുന്നു. കണ്ണൂരിലെ തെയ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ എല്ലാ നാട്ടിനെ അപേക്ഷിച്ച് ഈ തെയ്യം എന്ന് പറയുന്ന കണ്ണൂരിന് മാത്രം സ്വന്തം ഉള്ളതാ. അപ്പൊ ബാക്കിയുള്ളടത്ത് ഈ തൃശ്ശൂരാണെങ്കിൽ പൂരങ്ങള് അങ്ങനെയാ പറയുന്നേ. അപ്പൊ കണ്ണൂര് വന്നിട്ട് നമ്മള് തെയ്യം കാണാൻ ഞാൻ മോശല്ലേ? അതെ, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പേരുകളുണ്ട്. കണ്ടനാർ കേരളനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് ഇനി എപ്പോഴാ വരാന്നൊന്നും അറിയില്ല കേട്ടോ. അതെ, അങ്ങനെ 19 വർഷങ്ങൾക്ക് ശേഷമുള്ള തെയ്യം കാണാൻ പോവാൻ കളിയാട്ടം കാണാൻ വേണ്ടി പോവാണ്. കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറെ ആൾക്കാരുണ്ടാവും, പിന്നെ കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ ഇന്ന് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. ഇന്ന് നമ്മൾ മൊത്തം ഒരു ടെമ്പിൾ വൈബിലേക്ക് പോകും. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു ഗൈസ്. നല്ല സൺസെറ്റിന്റെ സമയത്താണ് ഭംഗിയുള്ള വഴി വരാൻ പോണേല്ലോ. ഫുൾ മറ്റേ വയലുകൾ പോലത്തെ സ്ഥലവും മലകളും പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ? നോക്കൂ ഗൈസ്, വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഹഠാത് ആകർഷിച്ചു. എന്നെ ആകർഷിക്കുന്നില്ല, നിങ്ങളെ ആകർഷിച്ചോ? അതിന്റെ ഇടയിൽ ഏലിയനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ എനിക്കും ഇഷ്ടമായില്ല. ഇവിടെ വയലുകളൊക്കെയാണ് ഗൈസ്. ഫുൾ ഇപ്പൊ കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഫുൾ വയലാണ്. അതിന് നടുവില് ഷോർട്ട് കട്ട് പിടിച്ചാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി തണുപ്പുണ്ടായി. നല്ല തണുപ്പ്. ആ മുന്നിൽ പോകുന്ന വണ്ടിയിൽ അച്ഛനും അമ്മയും ഷൈനും കേട്ടോ. ചുവന്ന ആകാശം, നല്ല ഭംഗിയുണ്ട് പോകുന്ന വഴി. ഇവിടുന്ന് കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്. നോക്ക്, അവിടെ യന്ത്രൂഞ്ഞാല്, തോണി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ അമ്മേ, ഇത് അമലേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഭയങ്കര വലിയൊരു ഉത്സവം തന്നെയല്ലേ ഇത്? ഉത്സവമാണ് എന്നാണ് ഗൈസ്. അത് 19 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം തിരക്കാ, ബ്ലോക്കായി. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ ഈ പ്രായത്തിൽ ഈ കളിയാട്ടം കാണാൻ പോകുന്നു. ഇനി ഞാന് 19 കൊല്ലം എന്ന് പറയുന്ന സമയത്ത് ഷാമി എത്ര കൂട്ടിയത്? 47 വയസ്സിലാണ് ഇനി അടുത്ത കളിയാട്ടം. ഷാമിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഇതിന്റെ മുന്നേ നടന്നത്. അയ്യോ, എന്താലേ. അപ്പൊ അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിക്ക് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ എത്ര കാലമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതായിരിക്കും. കണ്ണൂരിലെ മൊത്തം ആൾക്കാരും ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അടുത്ത പരിപാടിക്ക് 5 മക്കളെ തെയ്യം കാണാൻ എന്റെ ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവും. അതുകൊണ്ടാ ഈ ഒരു മുച്ചിലോട്ടിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നീലേശ്വരം മുച്ചിലോടാണ് കളിയാട്ടുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലേശ്വരം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് സൈഡ് അല്ലേ? കാസർഗോഡ് സൈഡ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി മുച്ചിലോടില്ല, പരിപാടിയില്ല. അച്ഛൻ ചോദിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? എനിക്ക് തരില്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ ഇതേ ഇവിടെ എത്തി ഗൈസ്, അമ്പലത്തിലെത്തി. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ പ്രോഗ്രാം കേട്ടോ. റോഡില് വണ്ടി നിർത്തിയിട്ട് അവിടെ മുതലേ ഞങ്ങൾ നടന്നു വരികയാണ്. ഇതൊക്കെ ശരിക്കും വണ്ടി പോകുന്ന റോഡാട്ടോ. പക്ഷെ വണ്ടി തീരെ വിടുന്നില്ല. ഫുൾ ആൾക്കാരാണ്. ഫ്രണ്ടിലോട്ടുണ്ടോ ഓരോരുത്തർ അങ്ങോട്ടോ കിടക്കാണ് അറ്റം. വെറുതെ നടക്കുകയല്ലേ. അപ്പൊ ഞങ്ങൾ കടല വാങ്ങി, ആരോ കടല വാങ്ങിയിട്ട് കയ്യിൽ തന്നിട്ടുണ്ട്. ചൂട് വെള്ളം ഇതാണെന്ന് തോന്നുന്നു ഗൈസ് എൻട്രൻസ് അല്ലേ? 5 ആദ്യമായിട്ടല്ലേ? ആ, ഞങ്ങളും ആദ്യമായിട്ട്. കൂടുതൽ കഥകൾ, എന്തൊക്കെയോ കഥകളൊക്കെ അമ്മയ്ക്ക് അറിയാന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തരില്ല.
ഇതാണ് ഗൈസ് മുച്ചിലോട്ട് അമ്പലം. ഇവിടുത്തെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ, ഇവിടെ ഫുള്ള് തിരക്കാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുമ്പി അതാ ആ ഭാഗത്താണ് ക്ഷേത്രം. ബാക്കി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സൈഡില് ബാക്കി മനസ്സിലാക്കി ഗാനമേളൊക്കെ തുടങ്ങുന്നത് ഒരു 10 മണിയാവുന്നതാട്ടോ ഇവിടുന്ന് ആൾക്കാർ പറയുന്ന കേട്ടത്. ഓരോ സൈഡിലാണ് ഓരോന്നായിട്ട്. നമ്മൾ വരുന്ന വഴിക്കാണ് അമ്യൂസ്മെന്റ് പാർക്ക് പോലെ കണ്ടത്. അത് കഴിഞ്ഞ് ഗാനമേളന്റെ സ്റ്റേജ് വേറെയാണ്. സാംസ്കാരിക സമ്മേളന ചടങ്ങിൽ സാംസ്കാരിക സമ്മേളന ചടങ്ങ് നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പ്രാർത്ഥിക്കേണ്ടവർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം. ഭക്ഷണം വേറെ സൈഡില്. അങ്ങനെ ഒരു ഏരിയ മുഴുവൻ അമ്പലത്തിന്റെ പരിപാടിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് വരാം. അമ്മയും അഞ്ചും കൂടെ അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ പോവാണ് ഗൈസ്. നമ്മളെ കൂടെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഒരു ചെരുപ്പ് അപ്പൊ ഗൈസ് നമ്മൾ അമ്പലത്തിന്റെ പുറത്താണുള്ളത്. അമ്പലം ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇവിടുന്ന് കാണാണ്ട്. ഇനി തെയ്യം വേഷം കെട്ടിയിട്ടുള്ളത് ഇവിടെ എവിടെയുണ്ട് കേട്ടോ ഭഗവതി. അപ്പൊ നമുക്ക് കാണാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കാണാൻ വേണ്ടിട്ട് ഞങ്ങളോട് കാത്തു നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ ആണ് അമ്പലം വരുന്നത്. ഇവിടെയാണ് ഇപ്പൊ തെയ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതുവരെ കെട്ടിയാടല് അല്ലേ, കെട്ടിയാടാന്നല്ലേ പറയാ, കെട്ടിയാടാന്നാണ് പറയാ. അത് കെട്ടിയാടി കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് നടക്കുന്നതാണോ എന്നറിയില്ല. ഇനി കെട്ടിയാടാൻ പോവാണോ എന്നറിയില്ല. ഇങ്ങനെ ഒച്ച കേൾക്കണ്ടായിരുന്നു ചില്ലും ചെയ്യുന്നത്. ഗൈസ് നമ്മൾ കുറച്ചു നേരം തെയ്യൊക്കെ കണ്ടിട്ട് ഇപ്പൊ മുളക് ബജി കഴിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നാട്ടോ. കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ വ്യാപകമാക്കുക വഴി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അടിത്തറ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയണ്ടേ മുളക് ബജി കിട്ടും, മുളക് ബജി കിട്ടും. അപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. മുളക് ബജിയിൽ എല്ലാം കിട്ടും. ഗൈസ് ജുൻക പാവ് ബജി ഓർഡർ ചെയ്തത്. ടേസ്റ്റ് നോക്കണേ. ഞങ്ങളിതാ ഗൈസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഓരോരോ വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടുള്ള കേട്ടോ. അപ്പൊ വലിയ ഒരു വഴിയിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താ പറയാ, അവിടെ ഭയങ്കര ഒത്തൊരുമയാണല്ലേ അമ്പലേട്ടാ. എല്ലാരും ഭയങ്കര സഹകരണമാണ് ഇതിനൊക്കെ. നല്ല രസമുണ്ട്. ഇത് വഴിയായിട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. ഇതിപ്പോ ഒരു വീടിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് ഗൈസ്. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കായിരുന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ 4 പേര് മാത്രമേ കയറിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പുറത്ത് സീറ്റ് ഫുള്ളായി പോയി. അപ്പോ ഞങ്ങളോട് കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലേ, വിഷമൊന്നും ഇല്ല. ഇല്ല ഷാമി, വിഷമൊന്നും ഇല്ല. നല്ല കിടിലം കറിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ. ഒരു ലോഡ് ചോറിട്ട് പോയി കേസ്. അവരിന്റെ ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല. എന്താ ചോറുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ കൂട്ടുകറി. കൂട്ടുകറി. ഇത് പച്ചടി അച്ചാറ്. പച്ചടി അച്ചാറ് കൂട്ടുകറി. ഞങ്ങൾ കഴിക്കട്ടെ. ഓ ആയിക്കോട്ടെ. കഴിച്ച് കാണിച്ചേനെ. കഴിച്ച് കാണിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ 3 ആൾക്കാരാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ അവസാനം അവർക്ക് സീറ്റ് കിട്ടി. സ്റ്റേ അവിടെ ഇരിക്കണം. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി ഗാനമേള കാണാൻ പോവാണ്. രമ്യ നമ്പീശൻ ഒരു പാട്ട് പാടി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പാട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താം. അത് ഇവിടെ ഇല്ലേ എത്രയോ ദൂരത്തിലാണ് ഓരോ സ്റ്റേജും സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇനി നടന്നിട്ട് അടുത്ത ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇതിപ്പം ബസ് സ്റ്റാൻഡിന്റെ അടുത്തെങ്ങാനും ആണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകും. തിരക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിരക്കാണ്. ഇത് എവിടെയോ കിടക്കുകയാണ്. നമ്മൾ എവിടുന്നോ നടന്നെവിടെ ഇനിയിപ്പോ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അടുത്തത് ഷോപ്പിംഗ് ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ പോയാലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്ത് ചെയ്യാനാ. ഷാമി ഒരു പൂച്ചേനെ വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ഞങ്ങളോടെ പിന്നാലെ പോകുന്നത്. നഷ്ടപ്പെട്ട് ഞാൻ കണ്ടില്ല. അതാ പൂച്ച പോണ റൂട്ടിലൊക്കെ ഷാമി ഉണ്ട്. ഗൈസ് അമലേട്ടനും ജുൻകായും കസിൻസും കൂടെ ഈ റൈഡിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാം കൂടെ തല കറങ്ങി ഇങ്ങനെ ഇങ്ങനെ എടുപ്പ വരും. ഭർത്താവ് അങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ 1000 തവണ പറഞ്ഞു.
ഇനിയിപ്പോ അനുഭവിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് എന്റെ ഒരു ആ റൈഡിനെ പറ്റി അച്ഛൻ എന്താ പറയാനുള്ളത്? ഏത് റൈഡ്? ആ റൈഡിനെ പറ്റി ഇതിനോ? വയറ്റിലുള്ളതൊക്കെ പുറത്തു വരാനാ മതി, ബുദ്ധിമുട്ടാവും അത്. കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നത് പറഞ്ഞറിയിക്കണ്ടല്ലോ. എന്റെ ഭർത്താവ് അതാകെ ആ റൈഡിൽ കയറാതെ എനിക്ക് വേണ്ടിയാന്ന് കണ്ടിട്ട് ഇനി അതിനൊരു തിരിച്ചു വരവില്ല. അമലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അയ്യോ എന്നറിയും, അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലിയെ പോലെ ഇതൊക്കെ എന്ത് തുടങ്ങി ആവശ്യമില്ലാത്ത പണിക്ക് പോയതാ. ഞാൻ ആ ഒരു എല്ലാരും കേറി ആ ഒരു മൂഡിൽ വെറുതെ കയറിയത്. വൈബായി ആ പോയി. വൈബിൽ നമ്മൾ കയറിയത്. പക്ഷെ മക്കളെ കയറരുത്. ഞാൻ പണ്ട് കയറിയിട്ടുണ്ട്, ഒരു +2 കോളേജ് പഠിക്കുന്നതിന്റെ മുന്നേ വരെ കയറിയിട്ടുണ്ട്. പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷം എന്താ കയറുന്നത്? ഈ മേല കയറി ഇവനോട് ആവെന്ന് പറഞ്ഞതാ, വേണ്ട വേണ്ട. ഇത്ര തവണ ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞ് മൂടാക്കിയപ്പോ കയറി. കാരണം ഞങ്ങള് പറയുന്നില്ലായിരുന്നു, അത് ഈ കേട്ടില്ലല്ലോ. ആ ഒരു മൂഡിൽ ഒന്നാമത് ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, അതാ. ഇപ്പൊ എല്ലാം ലെവലായിണ്ട് വയറുന്ന്. എന്തായാലും പൂതി തീർന്നിട്ടില്ലേ? ഞാൻ ഷാമിനോട് പറയുന്നുണ്ട്, ജൂനി ഇറങ്ങി കഴിഞ്ഞാൽ വേണ്ടിയിരുന്നു എന്ന് പറയുന്നു. ഒന്ന് ഉള്ളു തുറന്ന് കരയി ജുൻകാ. ഉള്ളു പറഞ്ഞ് കരയെങ്കിൽ പറ്റില്ല, ഈ വെള്ളം കുടിക്കണം. കേറുന്നതിന്റെ മുന്നേ ഞാൻ ഈ ഇറങ്ങിയ ടീമിനെ നോക്കിയേ എങ്ങനെ ഓരൊക്കെ മുഖന്ന് ഓരോ മുഖം നല്ല രസമുണ്ട്. ഇനി അല്ല ഓരോ മുഖം നല്ല രസമുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവൂല. കാര്യം പണ്ട് പോയതിന്റെ ആ ഒരു ഇന്റൻസിറ്റി ടച്ച് ആണ് വിട്ടുപോയി. പിന്നെ കേറി ഇരുന്ന് ആ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് തോന്നി മെല്ലൊക്കെ മൂവ് ചെയ്തപ്പോ പൊളി. എന്നതാ മോനെ കൈ എന്നതാക്കണം, അവിടെ അടിക്കുന്നു ഇവിടെ അടിക്കുന്നു. ഇങ്ങനെ വന്നിട്ടില്ലേ ഒരു സൈഡിലേക്ക് ഒരു പോക്കുവന്ന ഒരു റൈഡ് കേറിയതാ നിങ്ങൾ അരമണിക്കൂറായിട്ട് കേൾക്കുന്നത്. ആദ്യം ചിരിയുടെ രസമില്ല, പിന്നില്ലേ ഇനി ഇതെങ്ങനെ പോകുന്നൊരു പിടുത്തം എത്തും. ഞാൻ നോക്കുന്നുണ്ട് അവരുണ്ട് ഇങ്ങനെ. അങ്ങനെ ഗൈസ് ഞങ്ങളിതേ ഉത്സവമൊക്കെ കഴിഞ്ഞു വന്ന് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. സമയം ഇപ്പൊ 1 മണി ആവാനായി, അതുവരെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. നല്ല അടിപൊളി ദിവസമായിരുന്നു ഗൈസ്. ഞങ്ങൾ അവിടെ ഫുൾ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു വെറൈറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.